ന്യൂസ് ജി ഓർമ്മോഗ്രാഫിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ എഴുത്തിലൂടെ പല ഭാഗത്തും കോറിയിട്ടവരാണ് നമ്മിൽ പലരും. എന്നാൽ ന്യൂസ് ജി എന്ന ചാനലിലൂടെ ഓർമ്മോഗ്രാഫ് എന്ന ഈ പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവം നേരിട്ട് പറയാനുള്ള ഒരു അവസരമാണ് ഓർമ്മോഗ്രാഫ് എന്ന ഈ പങ്ക്തിയുടെ ഒരുക്കുന്നത്. അനുഭവം ഗുരു എന്നാണല്ലോ. നമ്മുടെ അനുഭവം നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ അതിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് ഗുണപാഠം കിട്ടിയേക്കാം. അത് ഒരനുഗ്രഹമല്ലേ. ഇനി ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. ദമാമിൽ, സൗദി അറേബ്യയിലെ ദമാം എന്ന പ്രവിശ്യയിൽ 3 പതിറ്റാണ്ടോളം കാലം തന്റെ ജീവിതം ഒരൊറ്റ സ്പോൺസറുടെ കീഴിൽ ജീവിച്ചു തീർത്ത മലപ്പുറം സ്വദേശിയായ അബ്ബാസ് എന്ന വ്യക്തിയിൽ നിന്നാണ്, തറയിൽ അബ്ബാസ് എന്ന വ്യക്തിയിൽ നിന്നാണ് ഈ പ്രോഗ്രാം ആരംഭിക്കുന്നത്. ഹലോ പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ അബ്ബാസ് തറയിൽ, സൗദി അറേബ്യയിലെ ദമാം എന്ന സ്ഥലത്ത് നീണ്ട 30ഓളം വർഷം ജോലി ചെയ്യുന്നു. ഒരേ സ്പോൺസറുടെ കീഴിൽ തന്നെയാണ് ഈ 30ഓളം വർഷം ഞാനിവിടെ ജോലി ചെയ്തത്. ഇതിനിടയിൽ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. അതിൽ ചില അനുഭവങ്ങൾ, ചില കാര്യങ്ങൾ അത് എന്നെ വളരെ വേദനിപ്പിച്ച, അതേപോലെ വളരെ ഈറനണിയിച്ച ചില വാക്കുകൾ, ചില സംഭവങ്ങൾ ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. 1996-ലോ 97-ലോ തോന്നുന്നു, ഞാൻ ജോലി ചെയ്യുന്ന ദമാമിൽ നിന്ന് 20ഓളം കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് 12-ലേറെ തൊഴിലാളികൾ 2 വർഷത്തോളം ശമ്പളവും കാര്യങ്ങളും കിട്ടാണ്ട് കഫീലുമായിട്ട് വഴക്കടിച്ച് വീട്ടിലേക്ക് കാശയക്കാതെയും കുടുംബം നിത്യവർത്തിക്ക് വഴിയില്ലാതെയും കഷ്ടപ്പെട്ട് അവർ കഴിയുമ്പോൾ അവർ എന്നെ സമീപിച്ചു. അബ്ബാസ്ക, അതിനൊരു പരിഹാരം എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? ഞങ്ങളുടെ വീട്ടിലൊക്കെ അടുപ്പ് പുകഞ്ഞിട്ട് മാസങ്ങളായി, 10 പൈസ ഇതുവരെ അയക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് നിലനിൽപ്പിന് ഒരു മാർഗവുമില്ല. ഇവിടെ നിൽക്കാൻ തന്നെ പറ്റാത്തൊരു സാഹചര്യമാണ്. ഈ 2 വർഷത്തെ ജോലിയുടെ കാശ് കിട്ടാതെ ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞത് ആലോചിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അങ്ങനെ ഞാൻ ദമാമിലുള്ള ചില സാമൂഹിക പ്രവർത്തകരുടെ കൂടെ ചേർന്ന് കോടതികളിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയും, കോടതിയിൽ കേസ് ഫയൽ ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവരുടെ സ്പോൺസർക്ക് അത് വലിയൊരു ഫീലിംഗായി മാറി. അവർ ഒത്തുതീർപ്പിന് പല വഴിയും നടത്തി കോടതിയിൽ നിന്ന് കേസ് പിൻവലിക്കാൻ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ പറഞ്ഞു. പക്ഷേ കോടതിയിൽ നിന്ന് കേസ് പിൻവലിക്കണമെങ്കിൽ ഈ പണം കൊടുത്തെങ്കിൽ മാത്രമേ ഈ കേസ് പിൻവലിക്കൂ എന്നുള്ള ഒരേ ഒരു തീരുമാനത്തിലാണ് ഞാനും എൻ്റെ കൂട്ടുകാരെത്തിച്ചേർന്നത്. അങ്ങനെ അദ്ദേഹം പണം കൊടുക്കാമെന്ന് ഉറപ്പ് തന്നു. അതിൻ്റെ പേരിൽ കോടതിയിലെ കേസ് പിൻവലിച്ചു. ശേഷം അത്രയും തൊഴിലാളികൾക്ക് 2.5 വർഷത്തോളം കിട്ടാനുണ്ടായിരുന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളുമെല്ലാം ലഭിച്ച് അവർ നിറകണ്ണുകളോടെ സന്തോഷത്തോടെ നാട്ടിലേക്ക് യാത്ര അയക്കാൻ സാധിച്ചു. അന്ന് കിട്ടിയ ഒരു മാനസിക സുഖം, ഒരു മാനസിക സന്തോഷം, അതിൻ്റെ ഒരു നിർവൃതി ഇന്നും പറഞ്ഞറിയിക്കാൻ വയ്യ. കാര്യം അവരുടെ കണ്ണിൽ നിന്നൊക്കെ കണ്ണുനീരായിരുന്നു, സന്തോഷ കണ്ണുനീരായിരുന്നു ആ പണം കയ്യിൽ കിട്ടിയപ്പോൾ അവർ പ്രകടിപ്പിച്ചത്. കാരണം മാസങ്ങളോളം വീടിൽ പുകയാത്ത അടുപ്പുകളും അതുപോലെ ഒട്ടിപ്പിടിച്ച വയറുമായി
വിശപ്പിനെ നേരിട്ട കുടുംബം മറ്റു കാര്യങ്ങളിലേക്കൊന്നും ചെയ്യാൻ കഴിയാതെ ഈ പ്രവാസികളുടെ ഈ തൊഴിലാളികളുടെ ശമ്പളത്തിൻ്റെ അവരച്ചു തരുന്ന പണത്തിൻ്റെ ഒരേ ഒരു ചിന്ത മാത്രമുള്ള ആ കുടുംബത്തിന് ഇതൊരു വലിയൊരു ബുദ്ധിമുട്ടായി മാറി, വലിയൊരു പ്രയാസമായി മാറി. ആ പ്രയാസത്തിന് ഒരു അറുതി വന്നപ്പോൾ ആ കൂട്ടുകാരുടെ ആ തൊഴിലാളികളുടെ മനസ്സിൽ ഉള്ള ആ സന്തോഷം, അതും അവർ നമ്മുടെ കേരളത്തിൻ്റെ തെക്കൻ സംസ്ഥാനങ്ങളിലുള്ള തൊഴിലാളികളാണ്. ഇവിടെ നിന്നുള്ള പരിചയം, ആ പരിചയമാണ് അവരെ എന്നോടൊപ്പം അവർക്കും കൂടി ഇതിൽ പങ്കാളികളാകാൻ സാധിച്ചത്. എന്തായാലും അവരുടെ അന്നത്തെ ആ മനസ്സിന് സന്തോഷം മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോയിട്ടില്ല. നമ്മൾ ഒരു 10 പൈസ പോലും പ്രതിഫലം പറ്റാണ്ട് അവർക്ക് വേണ്ടി ചെയ്ത സേവനം, അതിൻ്റെ പരിസമാപ്തിയിൽ അവരിൽ നിന്ന് കിട്ടിയ ആ അനുഭൂതിയും സന്തോഷമൊക്കെ, അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സമ്മാനമായിട്ട് ഞാൻ കരുതുന്നത്. ബാക്കി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ ഫലം തരുന്നത് നാഥനാണ്, നമ്മുടെ തമ്പുരാനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്തായാലും എൻ്റെ മനസ്സിന് വല്ലാണ്ട് ഒരു സ്പർശിച്ചൊരു സംഭവമാണത്. 12 പേരുടെ അന്നത്തെ ആ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ എത്രമാത്രം ആണെന്ന് അന്ന് അവരുമായിട്ട് സംബന്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവർ സുഖമായിട്ട് കേസും കാര്യങ്ങളും കഴിഞ്ഞ് പണവുമൊക്കെ സ്വീകരിച്ച് കേസൊക്കെ ഒഴിവാക്കി ആ കഫീലുമായിട്ട് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ആ കഫീലിനെ അവരെ എയർപോർട്ട് കൊണ്ടുവിടുകയും ചെയ്തു. സുഖമായിട്ട് അവർക്ക് അവരുടെ കുടുംബത്തോടൊപ്പം നാടയാൻ സാധിച്ചു. എന്തായാലും ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ മനുഷ്യരായി മാറുന്നത്, നമ്മളിലുള്ള മനുഷ്യത്വം മറ്റുള്ളവരും കൂടി അറിയുന്നത്. ഇങ്ങനൊരു സംരംഭം തുടങ്ങാൻ ഉദ്ദേശിച്ച എൻ്റെ പ്രിയ കൂട്ടുകാരൻ മുജീബ് കൂട്ടിയിരിക്ക് എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അബ്ബാസ് തറയിൽ, ദമാം, സൗദി അറേബ്യ, നാട്ടിൽ മലപ്പുറം കുന്നുമ്മൽ സ്വദേശിയാണ്. അസ്സലാമു അലൈക്കും. ഇതുപോലെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ നിങ്ങൾക്കും കാണില്ലേ? പങ്കുവെക്കുക ന്യൂസ് ജി വാട്സപ്പ് നമ്പറിലേക്ക്. പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, ന്യൂസ് ജി തയ്യാറാകുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. നന്ദി, നമസ്കാരം.